എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് നാം വളരെ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയെയും ബൈബിളിന്റെ ചരിത്രപരമായ വിശ്വാസത്തെയും കുറിച്ചാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന, അതേസമയം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. നൂറ്റാണ്ടുകളായി ബൈബിളിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാന വിമർശനം ഇതാണ്: ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ കേവലം കെട്ടുകഥകളല്ലേ? അതിലെ കഥാപാത്രങ്ങളും നഗരങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടായതാണോ, അതോ മനുഷ്യർ ഭാവനയിൽ സൃഷ്ടിച്ചതാണോ? 19-ാം നൂറ്റാണ്ട് വരെ ഈ വിമർശനങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലും ഇസ്രയേലിലും ഈജിപ്തിലും ബാബിലോണിലുമെല്ലാം നടന്ന പുരാവസ്തു ഗവേഷണങ്ങൾ ലോകത്തിനു മുന്നിൽ ഒരു പുതിയ വാതിൽ തുറന്നു തന്നു. ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്ത കൽഫലകങ്ങളും നാണയങ്ങളും സിലിണ്ടറുകളിലും നഗര അവശിഷ്ടങ്ങളും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു: ബൈബിൾ പറയുന്ന ചരിത്രം സത്യമാണ്. സങ്കീർത്തനം 85:11 പറയുന്നത് പോലെ സത്യം ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. മണ്ണിൽ മറഞ്ഞുകിടന്ന സത്യങ്ങൾ ഇന്ന് പുരാവസ്തു ശാസ്ത്രത്തിലൂടെ പുറത്തു വരുമ്പോൾ അത് ബൈബിളിനെ വെറുമൊരു മതഗ്രന്ഥമായിട്ടല്ല, മറിച്ച് കൃത്യമായ ചരിത്രരേഖത്തിൽ കൂടിയാണ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബൈബിൾ ഒരു ശാസ്ത്ര പുസ്തകമോ ചരിത്ര പുസ്തകമോ മാത്രമല്ല, അത് ദൈവത്തിന്റെ വെളിപ്പാടാണ്. എങ്കിലും അത് പറയുന്ന ചരിത്രവും അതിലെ വ്യക്തികളും നഗരങ്ങളും യുദ്ധങ്ങളുമെല്ലാം 100% കൃത്യമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പ്രധാനപ്പെട്ട ഒരു പിടി പുരാവസ്തു കണ്ടെത്തലുകൾ നാം വളരെ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. വെൽക്കം ടു യേശു നല്ല ഇടയൻ, ഹിസ്റ്ററി ഓഫ് ബൈബിൾ. നമുക്ക് ആദ്യമായി പഴയ നിയമത്തിലെ തെളിവുകളിൽ നിന്ന് ആരംഭിക്കാം. ബൈബിൾ വിമർശകർ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പരിഹസിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു ഹിത്യർ എന്ന ജനവിഭാഗം. ഉൽപ്പത്തി പുസ്തകം മുതൽ പഴയ നിയമത്തിലെ ഏകദേശം 50-ലധികം തവണ ഹിത്യരെ കുറിച്ച് പരാമർശമുണ്ട്. അബ്രഹാം തന്റെ ഭാര്യയായ സാറായെ അടക്കം ചെയ്യാൻ മാക്പേല ഗുഹ വാങ്ങുന്നത് ഹിത്യനായ എഫ്രാനിൽ നിന്നാണ്. ദാവീദ് രാജാവിന്റെ സൈന്യത്തിലെ പ്രമുഖനായിരുന്ന ഊരിയാവ് ഒരു ഹിത്യനായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ മധ്യത്തോളം ബൈബിളിലല്ലാതെ ഗ്രീക്ക് ചരിത്രത്തിലോ മറ്റു മതേതര ചരിത്രങ്ങളിലോ ഹിത്യരെ കുറിച്ച് ഒരു പരാമർശവും ഇല്ലായിരുന്നു. അതിനാൽ വിമർശകർ പറഞ്ഞു, ബൈബിൾ എഴുത്തുകാരുടെ ഭാവനയിൽ വിരിഞ്ഞ ഒരു ഗോത്രമാണ് ഹിത്യർ. എന്നാൽ 1906 ചരിത്രം മാറിമറിഞ്ഞു. തുർക്കിയിലെ ബൊഗോസ്കോയ് എന്ന പ്രദേശത്ത് നടന്ന ഉൽഖനനത്തിൽ പുരാവസ്തു ഗവേഷകനായ ഹ്യൂഗോ വിംഗ്ലർ പഴയ ഹിത്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഹത്തൂസ കണ്ടെത്തി. അവിടെ നിന്ന് 10,000-കണക്കിന് കളിമൺ ഫലകങ്ങൾ ലഭിച്ചു. ആ രേഖകൾ പരിശോധിച്ചപ്പോൾ ലോകം ഞെട്ടിപ്പോയി. ബൈബിൾ പറഞ്ഞ ഹിത്യർ കേവലം ഒരു ചെറിയ ഗോത്രമല്ലായിരുന്നു, മറിച്ച് പുരാതന ഈജിപ്തിനോട് കിടപിടിക്കുന്ന വമ്പൻ രഥപ്പടയും പടക്കോപ്പളുമുള്ള ഒരു കൂറ്റൻ സാമ്രാജ്യമായിരുന്നു. ബൈബിളിൽ പരാമർശിച്ച ആ സാമ്രാജ്യം സത്യമാണെന്ന് മണ്ണിൽ നിന്ന് ലഭിച്ച രേഖകൾ തെളിയിച്ചു. അതുപോലെ തന്നെയാണ് സോദോം ഗൊമോറ നഗരങ്ങളുടെ കഥ. ഉൽപ്പത്തി പുസ്തകം 19-ൽ നാം വായിക്കുന്നു: പാപം നിറഞ്ഞ ഈ നഗരങ്ങളുടെ മേൽ ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും വർഷിച്ച് ദൈവം അവയെ നശിപ്പിച്ചു. ഇതും ഒരു ഭാവനയാണെന്നാണ് പലരും വാദിച്ചു. എന്നാൽ ഡെഡ് സീക്ക് വടക്കിഴക്ക് ഭാഗത്തുള്ള തൽ എൽ ഹമാം എന്ന സ്ഥലത്ത് നടന്ന ഉൽഖനനങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഏകദേശം BC 1650ഓടെ ഈ നഗരം പെട്ടെന്ന് പൂർണ്ണമായി നശിച്ചു പോയതായി ഗവേഷകർ കണ്ടെത്തി. അവിടെ നിന്നും ഉയർന്ന താപനിലയിൽ ഉരുകിയ പാത്രങ്ങളും അസ്ഥികളും ഗന്ധകത്തിന്റെ വലിയ അളവിലുള്ള സാന്നിധ്യവും കണ്ടെത്തി. അത്യാധുനിക പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അന്തരീക്ഷത്തിൽ വെച്ച് നടന്ന വൻ സ്ഫോടനങ്ങളോ ഉൽക്കാപതനമോ മൂലം സെക്കൻഡുകൾക്കുള്ളിൽ അതിതീവ്രമായ ചൂടേറ്റ് നശിക്കപ്പെട്ട നഗരമാണിത് എന്നാണ്. വചനം പറഞ്ഞ സോദോ നഗരത്തിന്റെ നാശത്തെ ആധുനിക പുരാവസ്തു ശാസ്ത്രം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നു. അടുത്തതായി ഇസ്രയേൽ ജനത്തിന്റെ ഈജിപ്ഷ്യൻ അടിമത്തവും പുറപ്പാടും. ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന മെർനെപ്ത ശിലോഫലകം ഇതിന് വലിയൊരു തെളിവാണ്. BC 1208 ഈജിപ്ഷ്യൻ ഫറവോയായ മെർനെപ്ത നിർമ്മിച്ച ഈ കൽഫലകത്തിന് താൻ കനാൻ ദേശത്ത് കീഴടക്കിയ ജനവിഭാഗങ്ങളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്: ഇസ്രയേൽ നശിച്ചിരിക്കുന്നു, അവരുടെ വിത്ത് ഇല്ലാതായിരിക്കുന്നു. ഫറവയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കാണെങ്കിലും ബൈബിൾ പറയുന്ന അതേ കാലഘട്ടത്തിൽ ഇസ്രയേൽ എന്നൊരു ജനവിഭാഗം കനാൻ ദേശത്ത് ഉണ്ടായിരുന്നു എന്ന് ഈജിപ്ഷ്യൻ പുരാവസ്തു രേഖ തെളിയിക്കുന്നു. ഇനി നമുക്ക് പഴയ നിയമത്തിലെ പ്രശസ്തരായ രാജാക്കന്മാരെ കുറിച്ചുള്ള കണ്ടെത്തലുകൾ പരിശോധിക്കാം. വർഷങ്ങളായി പുരാവസ്തു ഗവേഷകർക്കിടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു: ദാവീദ് രാജാവ് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആളാണോ? ഉത്തരാധുനിക ചരിത്രകാരന്മാർ വാദിച്ചത് ദാവീദും ശലോമോനും ഇസ്രയേലിയർ തങ്ങളുടെ വംശീയ മഹിമ കാണിക്കാൻ കെട്ടിച്ചമച്ച കഥാപാത്രങ്ങളാണ് എന്നാണ്. എന്നാൽ 1993-ൽ വടക്കൻ ഇസ്രയേലിലെ തൈൽ ദാൻ എന്ന സ്ഥലത്ത് നിന്ന് ഒരു കൽഫലകം ലഭിച്ചു.
BC 9-ാം നൂറ്റാണ്ടിൽ അരമ്യനായ ഒരു രാജാവ് എഴുതി വെച്ച ഈ ശിലാഫലകത്തിൽ വമ്പൻ അക്ഷരങ്ങളിൽ ഹീബ്രു ഭാഷയിൽ കൊത്തിവെച്ചിട്ടുണ്ട് ബൈ ദാവീദ്, ദാവീദിന്റെ ഗൃഹം. ഒരു പരദേശി രാജാവിന്റെ ചരിത്രരേഖയിൽ ദാവീദിന്റെ രാജവംശത്തെ കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു. ഇതോടെ ദാവീദ് രാജാവ് ചരിത്രത്തിലെ യഥാർത്ഥ രാജാവാണെന്ന് ലോകത്തിന് അംഗീകരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും എസ്രാ പുസ്തകത്തിലും പരാമർശിക്കുന്ന വ്യക്തിയാണ് പേർഷ്യൻ ചക്രവർത്തിയായ കോരേശ്. ബാബിലോൺ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദരുടെ സ്വന്തം നാടായ യെരുശലേമിലേക്ക് മടങ്ങാനും ദേവാലയം പുനർനിർമ്മിക്കാനും അനുവാദം നൽകിയ രാജാവ്. 1879 ഇറാഖിൽ നിന്ന് ബ്രിട്ടീഷ് മ്യൂസിയം കണ്ടെത്തിയ സൈറസ് സിലിണ്ടർ ഈ ബൈബിൾ സത്യത്തെ പൂർണ്ണമായി സ്ഥിരീകരിച്ചു. കളിമണ്ണിൽ തീർത്ത ഈ സിലിണ്ടറിൽ കോരസ് രാജാവ് പ്രഖ്യാപിച്ച വിളംബരം ഇതാണ്: ബാബിലോൺ കീഴടക്കിയ ശേഷം ഞാൻ അടിമകളാക്കപ്പെട്ട ജനങ്ങളെ തങ്ങളുടെ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങാനും അവരുടെ ആരാധനാലയങ്ങൾ വീണ്ടും പണിയാനും അനുവദിക്കുന്നു. യെശയ്യാ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതും എസ്രാ രേഖപ്പെടുത്തിയതുമായ കാര്യം അതേപടി സിലിണ്ടറിലും തെളിഞ്ഞു നിൽക്കുന്നു. മറ്റൊരു അത്ഭുതകരമായ കണ്ടെത്തലാണ് സൻഹോരീബിന്റെ പ്രീസം. 2 രാജാക്കന്മാർ 18-19 അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട്: അസീറിയൻ രാജാവായ സൻഹേരിബ് യെരുശലേം ഉപരോധിക്കുകയും ഹിസ്കിയ രാജാവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ദൈവം തന്റെ ദൂതനെ അയച്ച് അസീറിയൻ സൈന്യത്തെ നശിപ്പിക്കുകയും യെരുശലേം രക്ഷപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തെക്കുറിച്ച് അസീറിയൻ രാജാവായ സൻഹേരിബ് തന്റെ രേഖകളിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? യഹൂദനായ ഹിസ്കിയാവിനെ ഞാൻ കൂട്ടിനകത്തെ പക്ഷിയെ പോലെ യെരുശലേമിൽ അടച്ചിട്ടു. പക്ഷേ സൻഹേരിബ് യെരുശലേം പിടിച്ചടക്കിയെന്നോ ഹിസ്കിയാവിനെ വധിച്ചെന്നോ തന്റെ രേഖകളിൽ എഴുതിയിട്ടില്ല. സാധാരണ ജയിച്ച യുദ്ധങ്ങൾ മാത്രം കൊത്തിവെക്കുന്ന അസീറിയൻ രാജാക്കന്മാർ യെരുശലേമിന് മുന്നിൽ തോറ്റോടിയത് കൊണ്ടാണ് നഗരം പിടിച്ചടക്കിയതായി എഴുതാതിരുന്നത്. ബൈബിളിലെ വിവരണം എത്ര സത്യസന്ധമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ ഹിസ്കിയ രാജാവ് യെരുശലേം നഗരത്തിലേക്ക് വെള്ളം എത്തിക്കാൻ പാറ വെട്ടി ഉണ്ടാക്കിയ ഹിസ്കിയാവിന്റെ തുരങ്കം ഇന്നും യെരുശലേമിൽ നിലനിൽക്കുന്നു. ആ തുരങ്കത്തിനുള്ളിൽ നിന്ന് ലഭിച്ച ശിലോഹം ലിഖിതം 2 വശത്തു നിന്നും പാറ തുരന്ന് നടുവിൽ കൂട്ടിമുട്ടിയ എഞ്ചിനീയറിംഗ് അത്ഭുതത്തെ കുറിച്ച് വിവരിക്കുന്നു. 2 ദിനവൃത്താന്തം 32-30 പറയുന്ന അതേ തുരങ്കമാണിത്. അതുപോലെ യെരുശലേമിൽ നടന്ന ഹനനങ്ങളിൽ നിന്ന് ലഭിച്ച ചെറിയ കളിമൺ മുദ്രകളാണ് ബുല്ലകൾ. കത്തുകളും രേഖകളും മെഴുകിലോ കളിമണ്ണിലോ മുദ്ര വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഇവയിൽ യെശയ്യാ പ്രവാചകന്റെ മുദ്ര, ഹിസ്കിയ രാജാവിന്റെ മുദ്ര, ബൈബിളിൽ പരാമർശിക്കുന്ന പ്രമുഖ ഉദ്യോഗസ്ഥനായ ഗെരമ്യാവിന്റെ മുദ്ര എന്നിവയെല്ലാം കണ്ടെത്താനായി. ഇവയിലെല്ലാം അവരുടെ പേരുകൾ വ്യക്തമായി കൊത്തിവെച്ചിട്ടുണ്ട്. പുരാവസ്തു ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ചാവുകടൽ ചുരുളുകളാണ്. 1947 യെരുശലേമിനടുത്തുള്ള കുമ്രാൻ ഗുഹകളിൽ തന്റെ ആടിനെ തിരഞ്ഞുപോയ ഒരു ആട്ടിടയൻ യാദൃശികമായി ചില മൺപാത്രങ്ങൾ കണ്ടു. ആ പാത്രങ്ങൾക്കുള്ളിൽ തൊലിയും പാപ്പിറസും എഴുതിയ പുരാതന ചുരുളുകൾ ഉണ്ടായിരുന്നു. ഗവേഷകർ പരിശോധിച്ചപ്പോൾ അത് BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 1-ാം നൂറ്റാണ്ട് വരെയുള്ള പഴയ നിയമ പുസ്തകങ്ങളുടെ പ്രതികളാണെന്ന് മനസ്സിലായി. എസ്തേറിന്റെ പുസ്തകം ഒഴികെ പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളുടെയും ഭാഗങ്ങൾ ആ ഗുഹയിൽ നിന്ന് ലഭിച്ചു. ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ കുമ്രാനിലെ ഈ കണ്ടെത്തലിന് മുമ്പ് നമ്മുടെ കൈവശമുണ്ടായിരുന്ന ഏറ്റവും പഴയ ഹീബ്രു ബൈബിൾ പ്രതി AD 10-ാം നൂറ്റാണ്ടിലേതായിരുന്നു. അതുകൊണ്ട് വിമർശകർ പറഞ്ഞു, നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യർ പകർത്തി എഴുതിയപ്പോൾ ബൈബിളിൽ അനവധി മാറ്റങ്ങളും തെറ്റുകളും വന്നു ചേർന്നിട്ടുണ്ട്. എന്നാൽ 1000 വർഷം പഴക്കമുള്ള കുമ്രാൻ ചുരുളുകളും 10-ാം നൂറ്റാണ്ടിലെ ബൈബിൾ പ്രതികളും ഒത്തുനോക്കിയപ്പോൾ ലോകം അമ്പരന്നുപോയി. അക്ഷരങ്ങളും ആശയങ്ങളും 99% കൃത്യത. പ്രത്യേകിച്ചും യെശയ്യാ പ്രവാചകന്റെ സമ്പൂർണ്ണ ചുരുൾ ഇന്നത്തെ നമ്മുടെ ബൈബിളിലെ യെശയ്യാ പുസ്തകവുമായി പൂർണ്ണമായും യോജിച്ചു പോകുന്നു. 1000-ലധികം വർഷങ്ങൾ പിന്നിട്ടും മാനുഷികമായ വലിയ മാറ്റങ്ങളൊന്നും വരാതെ ദൈവവചനം കൃത്യമായി സംരക്ഷിക്കപ്പെട്ടു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് ലോക ചരിത്രത്തിൽ വേറെയില്ല. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. യേശുക്രിസ്തുവിന്റെ ജീവിതവും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയും എത്രത്തോളം ചരിത്രപരമാണ്. യേശുക്രിസ്തുവിന്റെ മരണശിക്ഷയ്ക്ക് ഉത്തരവിട്ട റോമൻ നാടുവാഴിയായിരുന്ന പോന്തിയോസ് പീലാത്തോസ് സുവിശേഷങ്ങളിലല്ലാതെ പീലാത്തോസിനെ കുറിച്ച് വ്യക്തമായ തെളിവുകളില്ലെന്ന് ഒരു കാലത്ത് വിമർശകർ വാദിച്ചു. എന്നാൽ 1961 മധ്യധരണ്യയുടെ തീരത്തുള്ള കൈസരിയ എന്ന പുരാതന നഗരത്തിലെ നാടകശാലയിൽ നിന്ന് ഒരു കൽഫലകം കണ്ടെത്തി. ആ കല്ലിൽ ലാറ്റിൻ ഭാഷയിൽ വ്യക്തമായി കൊത്തിവെച്ചിരിക്കുന്നു: പോന്തിയോസ് പീലാത്തെ, പ്രീഫെക്ട് ഓഫ് ജൂദയ. യഹൂദയയിലെ നാടുവാഴിയായ പോന്തിയോസ് പീലാത്തോസ്. സുവിശേഷങ്ങൾ വിവരിക്കുന്ന അതേ റോമൻ അധികാരി ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്ന് ഈ കല്ല് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ യേശുവിനെ വിചാരണ ചെയ്ത യഹൂദ മഹാപുരോഹിതനാണ് കയ്യഫ.
1990-ൽ യെരുശലേമിന് തെക്കു ഭാഗത്ത് നിന്ന് 1-ാം നൂറ്റാണ്ടിലെ ഒരു അസ്ഥി പേടകം കണ്ടെത്തി. യഹൂദന്മാരുടെ ആചാരപ്രകാരം മൃതദേഹം ജീർണിച്ച ശേഷം അസ്ഥികൾ സൂക്ഷിക്കുന്ന കൽപ്പെട്ടിയാണിത്. വളരെ അലങ്കരിച്ച ആ കൽപ്പെട്ടിയിൽ അരാമ്യ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് യോസെഫ് ബൻ കയ്യാഫ, കയ്യാഫാസിന്റെ മകനായ യോസെഫ് എന്നാണ്. ചരിത്രകാരനായ ജോസിഫസിന്റെ രേഖകൾ പ്രകാരം മഹാപുരോഹിതനായ കയ്യാഫാസിന്റെ യഥാർത്ഥ പേര് ജോസിഫസ് കയ്യാഫ എന്നായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന സ്ഥലങ്ങളുടെ കൃത്യതയും പുരാവസ്തു ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട്. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ ബെത്സേദ കുളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 5 മണ്ഡപങ്ങളുള്ള ഒരു കുളമാണിതെന്ന് യോഹന്നാൻ എഴുതി. ഉത്തരാധുനിക വിമർശകർ പറഞ്ഞു, ഒരു കുളത്തിന് 5 വശങ്ങൾ ഉണ്ടാകില്ല. യോഹന്നാൻ ഇത് ഭാവനയിൽ എഴുതിയ പ്രതീകമാണ്. എന്നാൽ യെരുശലേമിലെ വിശുദ്ധ അന്നയുടെ പള്ളിക്കടുത്ത് നടത്തിയ ഉത്ഖനനത്തിൽ മണ്ണിൽ പുതഞ്ഞു കിടന്ന പുരാതന ബെത്സേദ കുളം കണ്ടെത്തി. അതിന് കൃത്യമായി 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. ചതുരാകൃതിയിലുള്ള കുളത്തിന് 4 വശങ്ങളും നടുവിലായി ഒരു വിഭജന മതിലും. യോഹന്നാൻ താൻ നേരിട്ട് കണ്ട കാഴ്ച തന്നെയാണ് എഴുതിയത് എന്ന് ഇത് വ്യക്തമാക്കുന്നു. അതുപോലെ യോഹന്നാൻ 9-ൽ പറയുന്ന ശീലോഹാം കുളം 2004-ൽ യെരുശലേമിൽ അഴുക്കുചാൽ പണിക്കിടെ കണ്ടെത്തി. റോമൻ കുരിശുമരണത്തിന്റെ തെളിവും പുരാവസ്തു ശാസ്ത്രം നൽകുന്നുണ്ട്. 1958-ൽ യെരുശലേമിൽ നിന്ന് ലഭിച്ച യോഹന്നാൻ എന്ന യുവാവിന്റെ അസ്ഥിപേടകത്തിൽ അദ്ദേഹത്തിന്റെ കണങ്കാലിലെ അസ്ഥിയിൽ ഇപ്പോഴും 11 സെന്റിമീറ്റർ നീളമുള്ള ഇരുമ്പ് ആണി തറങ്ങി നിൽക്കുന്നത് കാണാം. സുവിശേഷങ്ങൾ വിവരിക്കുന്ന അതേ കുരിശുമരണ രീതി റോമാക്കാർ നടപ്പിലാക്കിയിരുന്നു എന്നതിന് ഇതൊരു ഭൗതിക തെളിവാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ തെളിവുകളെല്ലാം നമ്മോട് ഒരു കാര്യം വ്യക്തമായി പറയുന്നു. പ്രമുഖ യഹൂദ പുരാവസ്തു ഗവേഷകനായ നെൽസൺ ഗ്ലൂക്ക് ഒരിക്കൽ പറയുകയുണ്ടായി, ബൈബിളിലെ ഒരു ചരിത്ര പരാമർശത്തെ പോലും തെറ്റാണെന്ന് തെളിയിക്കാൻ ഇതുവരെ ഒരു പുരാവസ്തു കണ്ടെത്തലിനും കഴിഞ്ഞിട്ടില്ല. നാം വിശ്വസിക്കുന്നത് ഭാവനകളിലല്ല, മറിച്ച് ചരിത്രത്തിന്റെ ദൈവത്തിന്റെ ഇടപെടലുകൾ കൃത്യമായി രേഖപ്പെടുത്തിയ ദൈവവചനത്തിലാണ്. മണ്ണിൽ നിന്നുയരുന്ന ഓരോ കല്ലുകളും വിളിച്ചു പറയുന്നത് ഒന്ന് മാത്രം: ദൈവവചനം സത്യമാണ്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. മത്തായി 24:35. ഈ വിവരങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ദൈവവചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ തുടർന്നും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആമേൻ.